ബ്രോ പറ, ജാടയാണോ? ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണ് ജൂലിയിൽ കണ്ടത്? ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് മേക്കപ്പ് നോർമലി ചെയ്യാറുണ്ട്. അപ്പം ഈ ഹഗ് ചെയ്യുന്ന സീനിലൊക്കെ കുറച്ച് ഭയങ്കര ഡാർക്ക് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ സൈഡ് മൊത്തം ചിലപ്പോ ജൂലി ഇവിടെ ഇരിക്കും. ഹനുമാൻ എക്സ്പ്രഷൻ ആ എക്സ്പ്രഷനോട് എന്തോ ചിലപ്പോ ഈ ഇന്റർവ്യൂ എനിക്ക് ഇപ്പോഴതൊക്കെ അറിയുന്നുണ്ട്. ഞാൻ കേട്ടോണ്ടിരിക്കാണോ അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പേഴ്സണൽ ടോക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതെല്ലാം സംസാരിക്കുന്നത്. ക്യാരക്ടർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ ആയിരിക്കും ഞാൻ അവിടെ വെച്ച് ഒരു ചായക്കടയിൽ ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന പിന്നെ തട്ട് ചായയൊക്കെ തെറിച്ചു. ഞാൻ ചായയൊക്കെ തെറിച്ചു പോയിട്ട് ഞാൻ ഒരു 80+ ഒരു അമ്മച്ചി ഒരു കമ്പിയൊക്കെ വന്ന് അടിക്കാനൊക്കെ വരിക ഇതുണ്ട്. ആക്ച്വലി ഇൻസ്റ്റയില് പുള്ളിക്കാരിന്റെ ഒപ്പം അവസാനം വളച്ചു. അടിയുള്ള ക്യാരക്ടർ മനസ്സിലായപ്പോ അങ്ങോട്ട് വളഞ്ഞിരിക്കുന്നു. വെൽക്കം ടു ജാങ്കോ സ്പേസ്. അപ്പൊ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്താണ് പറയാ, എല്ലാവരും ഏറ്റെടുത്ത് നമ്മുടെ സ്വീകരണ മുറിയിലൂടെ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളായി മാറിയ കുറച്ച് കലാകാരന്മാരെയും കലാകാരികളുടെ അടുത്താണ് നമ്മളെല്ലാവരും ഏറ്റെടുത്തൊരു സീരിയലാണ് മാംഗല്യം തൊന്തിനേന. അപ്പോൾ ആ സീരിയലിലെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ലീഡിംഗ് ക്യാരക്ടർ ചെയ്യുന്ന ജിഷ്ണു ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ വെൽക്കം ടു ദി ഷോ. നമസ്കാരം. സുഖമായിരിക്കുന്നു? എന്തായാലും ആ തിരക്കിന്റെ ഇടയിൽ നിന്നാണ് ഞങ്ങൾ വിളിച്ചോണ്ട് എങ്ങനെ പോകുന്നു? പോകുന്നുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും പറയുന്നത് യൂട്യൂബ് ഷോർട്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പോയി ഫുൾ എപ്പിസോഡ് കാണുന്ന ഒരു സീരിയലാണെന്ന്. അത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തൊരു സീരിയലാണ്. അതിൽ ലീഡ് റോള് ചെയ്യുന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. വലിയ ചോദ്യം ചെറിയ ഉത്തരം. ഞങ്ങൾ വിചാരിച്ചു അതുമായി കണക്ട് ചെയ്തിട്ട് ഒരു കഥ ഇങ്ങോട്ട് വരുന്നു. ഈ സീരിയലിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ തമിഴിലൊരു സീരിയൽ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അത് അവിടെ അത്യാവശ്യം ഹിറ്റായിരുന്നു. സുന്ദരി എന്ന് പറഞ്ഞ സീരിയൽ. അത് മലയാളത്തിലും ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ തമിഴ് വേർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അവിടെ പെയറപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ശ്രീഗോപികയായിട്ട് ചാനലിൽ നിന്ന് ഇവിടെ മലയാളത്തിൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. മലയാളത്തിലല്ലേ നമ്മുടെ സ്വന്തം ലാംഗ്വേജ്. അപ്പൊ കേട്ടപ്പോ അത് കേൾക്കാതെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അതാ ഞാനും ചോദിക്കാൻ വന്നത്. ബോൺ ആൻഡ് ബ്രോട്ട് തൃശ്ശൂര്, പിന്നെ ശേഷം ചെന്നൈയിൽ ജോബിനൊക്കെ ആയിട്ട് പോയി. അവിടുന്ന് നേരെ തമിഴ് സീരിയൽ, തമിഴ് ഷോർട്ട് ഫിലിംസ്, തമിഴ് സിനിമ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ശേഷം അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹമൊക്കെ വെച്ച് മലയാളത്തിൽ വരണമല്ലോ എന്ന് പറഞ്ഞ് മലയാളത്തിലെത്തി. ഇത് ഇത്രയാണ് നമുക്ക് ജിഷ്ണുവിനെ പറ്റി അറിയാവുന്നത്. പറയാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാം. സോ അതുകൊണ്ട് തന്നെ അതർ ദാൻ ദാറ്റ് എന്താണ് ആക്ടർ ജിഷ്ണുവിന്റെ ഒരു ലൈഫ് ജേണി? എന്റെ ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ചെന്നൈയിൽ പോയത് ആക്ടിങ്ങിന്റെ ബേസ് ഒന്നും ആയിരുന്നില്ല. ഞാൻ എല്ലാവരെയും പോലെ നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മള് തെണ്ടേരി നടക്കുമ്പോ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഒരു കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് ഞാൻ മോഡലിംഗ് ചെയ്യാറുണ്ടായിരുന്നു. മോഡലിംഗിന്റെ ഇടയ്ക്ക് വന്നൊരു ഇൻഡസ്ട്രിയുടെ പുറത്തായിരുന്നു. ഓഡിഷൻസ് ഒക്കെ പോയി അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരു മൂവി ചെയ്തു. കാർഗിൽ എന്ന് പറഞ്ഞൊരു മൂവി അവിടെ തമിഴിൽ ചെയ്തു. അത്യാവശ്യം അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയപ്പോ ഞാൻ ഒന്നുകൂടിയും കുറച്ച് പുഷ് ചെയ്ത് ചാനൽസിലൊക്കെ ഇന്റർവ്യൂ പോയി അങ്ങനെ തുടങ്ങിയതായിരുന്നു. പിന്നെ ഞാനപ്പോ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി വന്നിട്ട് മെയിൻ ആയിട്ട് വെച്ചിട്ട് ഇതൊക്കെ സൈഡായിട്ട് വെക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ കുറച്ച് പോയോണ്ടിരിക്കുമ്പോ ഇത് മെയിനായി അത് അല്ല. ഇപ്പൊ ജോലിയുടെ അവസ്ഥ ഇപ്പൊ എന്താണ് നിലവിൽ? ജോലിയുടെ അവസ്ഥ ഇപ്പൊ മൊത്തത്തിൽ വിട്ടു. ഇതാണ് ജോലി. കാരണം ഇവിടെ ഒരു 15 days ഇവിടെ ഒരു ഷൂട്ടുണ്ട്. അതേപോലെ തമിഴിൽ ഒരെണ്ണം ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. 15 days അവിടെ, 15 days ഇവിടെ, അങ്ങനെ ഒരു ഓട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് തമിഴ് ഓഡിയൻസിനും മലയാളി ഓഡിയൻസിനും രണ്ടുപേരും പിടിയും വലിയാണ്. രണ്ടിടത്ത് ഒരേപോലെ ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് ഭയങ്കര കംഫർട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന മേഖല? ഏത് സൈഡാണ്? അല്ല, കംഫർട്ടബിലിറ്റി ഇപ്പൊ ഇവിടത്തെ നമ്മുടെ ചേട്ടന്മാര് ചേച്ചി അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നാറില്ല. കാരണം ഇവിടെ വന്നിരിക്കുമ്പോഴൊക്കെ വന്നിട്ട് ആൾക്കാർ ക്യാമറമാൻ ചേട്ടനായാലും മൊത്തം സെറ്റ് ആണെങ്കിൽ മോനെ എന്താ അങ്ങനത്തെ ഒരു ഇതിലൊരു വൈബിലായിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീലായിരിക്കും. കൂടുതലും പ്രൊഫഷണലിസത്തിനൊക്കെ കൂടുതൽ ഫാമിലി ബോണ്ട് കൂടുതലായിരിക്കും. അവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഓരോ ചിട്ടകൾ ഉണ്ടായിരിക്കും. ലൈക്ക് ഇറങ്ങുമ്പോ തൊട്ട് നമ്മളെ
ഒരു professional actor അതുപോലെ തന്നെ അല്ലേ? പ്രൊഫഷണലിസം കൂടുതലുണ്ട്. കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇവിടെ മൊത്തം ഒരു വൈബായിരിക്കും, ഒരു ഫാമിലി വൈബായിട്ടാ തോന്നി. കുറച്ചുകൂടെ കംഫർട്ടബിൾ അപ്പൊ ഇവിടെയാണ്. കുറച്ചുകൂടി കംഫർട്ടബിൾ ഇവിടെ മുണ്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ കൊടുത്ത് മസിൽ പിടിച്ചിരിക്കണം, നമ്മുടെ വീട് പോലെ തന്നെ അല്ലേ? വീട് പോലെ. അടിപൊളി. ഈ ഷോർട്ട് ഫിലിംസും സിനിമയും സീരിയലും ഒക്കെ ചെയ്യുന്നില്ലേ, അപ്പൊ ഇതിലെല്ലാം ഭയങ്കര ഡിഫറെന്റ് രീതിയിലായിരിക്കുമല്ലോ എന്തായാലും ആക്ടിങ് വേണ്ടത്. ഇപ്പൊ സിനിമയിലെ പോലെ അല്ല എന്തായാലും സീരിയലിൽ വേണ്ടത്. അത് തന്നെയും ലാംഗ്വേജ് വരുമ്പോഴും വ്യത്യാസമുണ്ട്. തമിഴ് സീരിയലിൽ കുറച്ചും കൂടെ ആക്ടിങ് എല്ലാം കുറച്ചുകൂടെ ഡിഫറൻസ് ആണല്ലോ. അപ്പൊ അതെങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നത്? അത് എനിക്ക് അങ്ങനെ കൂടുതൽ എന്താ വെച്ചാൽ ഈ സീരിയലാകുമ്പോൾ നമുക്ക് ടൈം ലിമിറ്റ് സംഭവമുണ്ട്. ഒരു ദിവസം തന്നെ നമുക്ക് ഒരു 10-15 സീൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്പീഡപ്പ് ഒരു സീൻ മൂവിയിലാണെങ്കിൽ ഒരു സീൻ 2 സീൻ ഉണ്ട്, നമുക്ക് അന്നത്തെ ദിവസം മൊത്തം തീർക്കും അവര്. സോ നമുക്ക് ടൈം ഉണ്ടായിരിക്കും അതിനെ കുറിച്ച്, ആ സ്ക്രിപ്റ്റ് കുറച്ച് വായിച്ച് അതിനെ കുറിച്ച് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ ടൈം ഉണ്ടാവും. പക്ഷെ സീരിയലിൽ വരുമ്പോൾ നമുക്ക് സ്പീഡപ്പ് ആയിരിക്കും, സ്പീഡായിട്ട് നമുക്ക് ആ പ്രോംപ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് പറയുമ്പോൾ ആക്ടിംഗ് എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് സീരിയൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യാൻ ഈസി ആയിരിക്കും തോന്നുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്യും വേണം, അടിപൊളിയായിട്ട് ചെയ്യും വേണം, ഫ്രെയിമിൽ വരുമ്പോൾ അടിപൊളിയായിട്ട് ബ്രെയിൻ കുറച്ചും കൂടി സ്പീഡപ്പ് ആയിരിക്കും, കുറച്ച് സ്പീഡപ്പ് കൂടുതലായിരിക്കും. ശരിക്കും ഒരു 10ാം ക്ലാസ് വരെയുള്ള ജിഷ്ണു എന്തായിരുന്നു കലാപരമായിട്ടൊക്കെ? എന്തായിരുന്നു? പാട്ട് പാടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? അല്ലല്ല, നന്നായിട്ട് പാടും. ഇൻസ്റ്റയിലെ ഹൈലൈറ്റ്സിലും പോസ്റ്റിലും എല്ലാം പാട്ടുണ്ട്. ചുമ്മാ പ്രീ റെക്കോർഡിംഗ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു അതിഥി കൂടി നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ജൂലി. ഹലോ, വെൽക്കം. ഞങ്ങള് ഒരു ഭീകരമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാ നമുക്ക് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഏതാ വേണ്ടേ? ജനറൽ നോളേജ് ഞങ്ങള് ചോദിക്കായിരുന്നു ആർക്ക് വേണം, കൊടുത്തോളൂ. കുറച്ചും കൂടെ അറിവ് കൂടുതൽ അവിടെയാണ് ചോദിക്കുന്നത്. നോളജ് മൈക്കൊക്കെ ഉള്ളത് എവിടെയാണ്? അങ്ങോട്ട് വെച്ചു. നമുക്ക് സീരിയൽ വിട്ടാ വീട് പഠിക്കാൻ ആരായിരുന്നു ഈ രണ്ടുപേരും? ആരായിരുന്നു പഠിക്കാൻ ടോപ്പർ ഒരു 10th വരെ? MBA കഴിഞ്ഞ ആളാ, പഠിച്ചിട്ടുണ്ടാവുന്നു. കുറച്ചൊക്കെ പഠിച്ചു, പിന്നെ വർക്ക് ചെയ്യുക. MBA കഴിഞ്ഞിട്ട് വർക്ക് ചെയ്ത് എവിടെയാണെന്നറിയോ? എയർപോർട്ടില്. എന്നിട്ട് ഇപ്പൊ ആക്ട്രസ് ആയിട്ടിരിക്കുന്നു. അങ്ങനല്ല, അത്രയും അറിവുള്ള ഒരാളാന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. അല്ല, നമ്മൾ നിർത്തിയത് പാട്ടിന്റെ കാര്യമുള്ളൂ. അപ്പൊ എങ്ങനെ, ഏത് പാട്ടാണ് നമ്മൾ ഇപ്പൊ പാടാൻ പോകുന്നത്? പിന്നെ പാടാതെ റെഡിയാണ് നമ്മളെല്ലാരും. ഓക്കെ. എന്നെക്കാട്ടും നല്ല മികച്ച ഒരു പാട്ടുകാരൻ ഇവിടെ ഇരിക്കും. എനിക്ക് പാട്ടറിയില്ല. 100,000 കോടി പാട്ടുകളുണ്ടായിട്ട് പാട്ടറിയില്ല എന്ന് പറഞ്ഞു എത്ര ലിറിക്സ്? നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണോ? എല്ലാം ആദ്യം അറിയില്ല എന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും നിർബന്ധിച്ച് കഴിഞ്ഞാൽ പാടുന്നു പറഞ്ഞു. ആ ഗ്യാപ്പിൽ ഇവിടെ ഷെഡ്യൂൾ ബ്രേക്കിന്റെ ടൈമിലൊക്കെ ഇരുന്നിട്ട് പാടുന്ന പാട്ട് ഏതായിരുന്നു? ഇൻസ്റ്റയില് റീൽസില് ക്യാപ്ഷൻ കൊടുക്കത്തില്ലേ, മൈ ഫേവറേറ്റ് സോങ്, മൈ ഫേവറേറ്റ് സോങ്. അതിലേതെങ്കിലും പാട്ട് മതി. അത് ഫേവറേറ്റ് സോങ്സ് കൊടുക്കുന്നത് പാടുന്നല്ല. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് എപ്പോഴാണ് ഓർമ്മയുണ്ടോ? 3ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ കേറിയിട്ടുണ്ട്. പക്ഷെ എന്തിനാ കേറിയാണെന്ന് ഓർമ്മയില്ല. അല്ല, പാടാൻ വേണ്ടിട്ടില്ല. നല്ല നമ്മുടെ ഈ മറ്റേ ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ഓതയിലായിരുന്നു, ജവഹർനവോദയ വിദ്യാലയം. പക്ഷെ സംടൈം വന്നിട്ട് ഈ കോമ്പൗണ്ടിനുള്ളിൽ മിലിറ്ററി സ്കൂൾ പോലെയാണ്. നമ്മളെ ഈ അപ്പുറത്തൊക്കെ മാങ്ങയൊക്കെ നിങ്ങളുടെ ഈ കോമ്പൗണ്ടൊക്കെ ചാടി കിടന്ന് മാങ്ങ കുറച്ച് തിരിച്ചു ചാടി അതിനൊക്കെ ശൈലി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ പോലെ തന്നെ എല്ലാവരും ഈ മനയിലേക്ക് സ്വാഗതം അങ്ങനെ തന്നെയായിരുന്നു. സ്റ്റുഡിയോസിൽ MBA ഒക്കെ കഴിഞ്ഞാണല്ലേ? ഇല്ല, ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാ ചെയ്തത്. ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പാർട്ട് ടൈം വർക്കും ജോബ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതിനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കൂടുതൽ കോളേജ് ലൈഫ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ജോബൊക്കെ എങ്ങനെ ഈ ആക്ടിംഗ് ഫീൽഡിലേക്ക് വന്നത്?
അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അങ്കിള്. അതായത് അങ്കിൾ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഷോർട്ട് ഫിലിമിൽ ഓൾറെഡി ഹീറോയിൻ വേറൊരു കുട്ടീനെയായിരുന്നു കാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അവർക്ക് വേറൊരു മൂവിയായി. അപ്പോൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യണമല്ലോ. അപ്പം പ്ലാൻ ചെയ്ത് വെച്ച് എല്ലാ കാര്യങ്ങളും കൊള്ളാതെന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് എന്നെ ഓർമ്മ വന്നു. അപ്പോൾ വീട്ടിൽ വന്ന് സംസാരിച്ചു. ആദ്യം വീട്ടിൽ വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള പപ്പയുടെ തന്നെ ഫ്രണ്ട് ആയതുകൊണ്ടും അങ്ങനെ ലൊക്കേഷൻ വലിയ ദൂരമൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് എടുത്തു, അങ്ങനെ ചെയ്തപ്പോ ഉള്ളിലുള്ള ടാലന്റ് മനസ്സിലായി. ഇവിടെ വരെ എത്തിയപ്പോ ഇന്റർവ്യൂ ജീവിക്കാൻ വേണ്ടി സെലിബ്രിറ്റി അല്ല, അങ്ങനെയാ വരുന്നത്. അങ്ങനെ പിന്നെ അതിനകത്തുനിന്ന് പിന്നെ വേറൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ മീര എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൽ നിന്ന് സൂര്യയില് തന്നെ ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു സീരിയലിലേക്ക് പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഈ ഇന്റർവ്യൂ എനിക്ക് ഇപ്പോഴതൊക്കെ അറിയുള്ളൂ. ഞാൻ കേട്ടോണ്ടിരിക്കുകയാണോ ഇപ്പോഴാണ് അതൊക്കെ അറിയുന്നത്. ഇത്രയും വലിയ ഒരാളുടെ കൂടെയായിരുന്നു ഇത്രയും ദിവസം. കാരണം ഞങ്ങൾ പുള്ളി സ്ക്രിപ്റ്റിനുള്ളിൽ 20 മിനിറ്റ് സമയം പോലും കിട്ടാറില്ല. അല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പേഴ്സണൽ ടോക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതെല്ലാം സംസാരിക്കുന്നത്. ക്യാരക്ടർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ ആയിരിക്കും. വെളിച്ചപ്പാട് ചെലവ് കിട്ടിയ തുള്ളി സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗൗതമാണ്. മാറി. അതെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇപ്പൊ ആക്ടിംഗിലേക്ക് വന്നത്. കുട്ടിക്കാലത്തൊക്കെ അതൊരു ആഗ്രഹമായിട്ട് അങ്ങനെയൊന്നും ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ഭയങ്കര ഷൈയാ. ഫോട്ടോയ്ക്ക് പോലും അങ്ങനെ പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ ആൾക്കാർ സംസാരിക്കുന്ന അങ്ങനെ ഒരാളെ അല്ലായിരുന്നു. അതല്ല, ഭയങ്കര ഷൈ എന്ന് പറയുമ്പോ നോക്കണേ, ഇത് ആരെ കുറിച്ച് പറയുന്നത്? ഒരാളാണ് ആദ്യം ഷൈ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഷൈയാ. ഇത് ആരെ കുറിച്ച് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ ജാടയാണ് അങ്ങനെ ഇങ്ങനെ. പക്ഷെ അല്ല, ബ്രോ പറ, ജാടയാണോ? ഇല്ല, ജാടയൊന്നുമില്ല. ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണ് ജൂലിയിൽ കണ്ടത്? ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കും പെട്ടെന്ന്. ഇപ്പൊ പുള്ളി ഇപ്പോ മാംഗല്യ തന്തുനിൽ ഇപ്പൊ വന്നിട്ട് ഒരു 3 മാസമായോ? മൂന്നാമത്തെ ഷെഡ്യൂളാണ്. അതുപോലെ തന്നെ ക്യാരക്ടറൈസേഷൻ നന്നായിട്ട് പിടിച്ചു. എപ്പോഴും പുതിയതായിട്ട് ഒരു റീപ്ലേസ് ആയിട്ട് ഒരാൾക്ക് വന്നിട്ട് കമന്റ്സിലും എല്ലാത്തിലും വന്നിട്ട് ഭയങ്കര അഭിഷേകമായിരിക്കുമല്ലോ. അതത്ര കുഴപ്പമില്ലാണ്ട് പോകുന്നു. കാരണം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പിടിച്ച കാരണം അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഉണ്ട്. കാരണം ഞാനൊരു പുതിയ ഒരാളുടെ ക്യാരക്ടറൈസേഷൻ ഞാനെടുത്ത് ചെയ്യുമ്പോൾ എനിക്കത് പെട്ടെന്ന് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും. നമ്മളവിടെ പോയി നമ്മളൊരു ഇത് കൊടുക്കുമ്പോ സംടൈം അത് മേർജ് ആവില്ല. പക്ഷെ പുള്ളി അത് കറക്റ്റ് ആയിട്ട് പോയി. ഇങ്ങോട്ടൊരു ക്വാളിറ്റി പറഞ്ഞു. തിരിച്ചു പറയാനാണെങ്കിലോ? തിരിച്ചു പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഞാൻ ഈ ക്യാരക്ടർ പെട്ടെന്ന് അതിലേക്ക് വന്നു എന്ന് പറഞ്ഞതിലൊരു മെയിൻ ഫാക്ടർ പുള്ളിക്കാരൻ തന്നെയാണ്. കാരണം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടർ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ബാക്കി എല്ലാ ടീം മെമ്പേഴ്സും സപ്പോർട്ട് ചെയ്തു. എങ്കിൽ കൂടുതൽ നമുക്ക് കോ ആർട്ടിസ്റ്റ് തരുന്ന ഒരു സപ്പോർട്ട് അതൊരു പ്രത്യേക ബോണ്ടാണല്ലോ. അപ്പോൾ ഞാൻ ചെന്നൈയിലായിരുന്നു ഇതിന്റെ സ്ക്രീൻ ടെസ്റ്റ് വന്നിരുന്നത്. ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഗൗതമിനെ ആയിരുന്നു, ജിഷ്ണുവിനെ ആയിരുന്നു. അപ്പം ആ ഫസ്റ്റ് ടൈം തന്നെ ഭയങ്കര നെർവസ് ആയിരുന്നു ഞാൻ, അറിയാം. അപ്പൊ അന്ന് എനിക്ക് തന്നൊരു സപ്പോർട്ട് മറക്കാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട്. ശരിക്കും നമ്മള് ഒരു നല്ലൊരു ക്യാരക്ടറിന്റെ ഉത്ഭവം ആ ടീമിന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടും കൂടിയാണ് അതിന്റെ പുറകില്. ആ ഒരു എന്താ പറയാ, ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ചേച്ചി ഇതിലിപ്പോ ലീഡ് റോൾ ആണ് ചെയ്യുന്നതെങ്കിലും നെഗറ്റീവ് റോൾസ് വേറെ ചെയ്തത് കുറെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ആണ് അത് ചെയ്യാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റി എന്താ പറയുക? നെഗറ്റീവ് റോൾസ് ചെയ്യുന്നത് പൊതുവെ എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം കുറച്ചുകൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ മാച്ചിങ് ആണെന്ന് ഉദ്ദേശിച്ചത്. അങ്ങനല്ല, ഹീറോയിൻ ലെവലില് അങ്ങനെ പാവം ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചിലപ്പോഴൊക്കെ ഒരേപോലെ അതെ. മറ്റേ നെഗറ്റീവ് ക്യാരക്ടർ വരുമ്പോ എനിക്ക് കുറച്ചും കൂടെ നമുക്ക്
എന്ത് വേണമെങ്കിലും പെർഫോമൻസിൽ ചെയ്യാം. മറ്റേത് നമുക്ക് കുറച്ച് അയ്യോ അവിടെ ഇങ്ങനെ ചെയ്താൽ കുറച്ച് കൂടി പോവോ അല്ലെങ്കിൽ കുറഞ്ഞു പോവോ അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അത് വേറെ പറഞ്ഞു ഇപ്പൊ അത് പാവം പറഞ്ഞ കുറച്ച് കടിച്ചു പിടിച്ചൊക്കെ അല്ല അതാണ് ഉദ്ദേശിച്ചത്. അത് സിമ്പിൾ ആയിട്ട് വട്ടമിട്ട് പറക്കുന്നു കൊതുക്. ഈ കൊതുകിന്റെ ശല്യങ്ങൾ ഷൂട്ടിലേ ഉണ്ടാവാറുണ്ടോ? ഞങ്ങൾ ചില സമയത്ത് നാച്ചുറൽ ആയിട്ട് കൊതുകിനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നത് പെട്ടെന്ന് ഇന്നൊരു ഷോട്ട് എടുത്തപ്പോ അങ്ങനെ വന്നതുണ്ട്. അങ്ങനെ വന്നോ? എന്റെ ഫേസ് ആട്ടോ സജഷൻ എടുക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ചിരി വരും. ചിരി വന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്തു. കൊതു കടിച്ചിട്ട് വേദനിച്ചിട്ട് ചിരിക്കണോ? ചിരിച്ചില്ല കേട്ടോ. ഇത് ഏത് എക്സ്പ്രഷൻ, പാവം ഇത് ഏത് പാവം എനിക്ക് പച്ചാളമാറുണ്ട്. ഇവിടുത്തെ കൊതുവിനെ കടി കിട്ടാത്തോണ്ടാ കിട്ടും അതെ. കുറച്ചേരം ഇരിക്കും. അതല്ലേ വേഗം നടക്കട്ടെ, നമുക്ക് വേഗം വേഗം പോവാം. അതെ, ഈ ചെന്നൈയില് അവിടത്തെ ഇവിടത്തെ കൊതുകിന്റെ പ്രത്യേകത എന്താ? അതെന്താ? ചെന്നൈയിൽ കൊതുന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൊല്ലങ്ങളായിട്ട് കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു വൈബ് മനസ്സിലാക്കി നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കൊതുക്. ഇതിപ്പോ ഞാൻ പുതുതായിട്ട് വന്നേക്കണല്ലേ, ഇത് അത്രയും പരിചയം ഇല്ല. നേരെ വരും ഒരെണ്ണം വരിക. ഇപ്പൊ കുറച്ചു കഴിഞ്ഞ് ഇവിടുത്തെ കൊതുക് ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോ ശരിയാവും. കുത്തി അതങ്ങ് ശരിയാവും. സൈസ് വ്യത്യാസമുണ്ടോ അവിടുത്തെ ഇവിടുത്തെ കൊതുകായിട്ട്? ഞാൻ സൈസിനൊക്കെ ഞാൻ പൊതുവിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇത് അടുത്ത് ചോദിക്കാൻ പോകുന്നത് കൊതുകിന്റെ ഭാഷ ഏതാന്നായിരിക്കും. അല്ല വേറെ ഇങ്ങനത്തെ പാമ്പ്, പാറ്റ, പല്ലി ഇതൊക്കെ പേടിയുണ്ടോ? എനിക്ക് ചെലന്തീനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ചെലന്തീനെ മാത്രമേ ഉള്ളൂ ഭയങ്കര പേടി. എന്തോ ഭയങ്കര പേടിയാണ്. ബാക്കിയൊന്നും പേടിയില്ല. പാമ്പിന് അപ്പൊ നമുക്ക് ബ്ലൈൻഡ് ടെസ്റ്റ് നടത്തിയാലോ? ബ്ലൈൻഡ് ടെസ്റ്റ് നടത്താൻ അപ്പൊ റെഡി ആണല്ലോ. പാമ്പിനെയൊക്കെ കൈകൊണ്ടെടുക്കാൻ എങ്ങനെ എടുക്കാം? കണ്ണടച്ച് വെച്ചിട്ട് എന്താന്ന് പറയുന്നത്? ഓക്കെ. എനിക്ക് ചെലന്തീനെ മാത്രം തരരുതെന്നുള്ളൂ. ചെലന്തി എട്ട് ഈ ഞണ്ടിന് തന്ന കുഴപ്പമുണ്ടോ? ഞാൻ കഴിക്കാനായിട്ട് അതെ കഴിക്കാൻ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. അപ്പൊ നല്ല ധൈര്യം ഉണ്ടല്ലേ ചില്ലറക്കാര്. ഈ റൊമാൻറ്റിക് സീൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ചേട്ടന്റെ കല്യാണം ഇപ്പം അടുത്തല്ലേ കഴിഞ്ഞ, ചേട്ടന് കുറെ ഫീമെയിൽ ഫാൻസും ഉണ്ട്. അപ്പൊ അവർക്ക് ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് എങ്ങനെയാണ് റിയാക്ട് ചെയ്തേ? കമന്റ്സിലൊക്കെ നമുക്ക് കാണാൻ ഇല്ല ഇനിയൊരു വരവില്ലെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ചിലവര്. ഞങ്ങൾ ഇല്ല അങ്ങോട്ട്. എന്തായാലും അത് നമുക്ക് ഇവിടെ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്ത് മനസ്സിലാവും. ഒരു 20 സീനൊക്കെ പോയിട്ടിരിക്കുമ്പോ ചിലപ്പോ ഇപ്പൊ ഒരു ഇമോഷണൽ സീൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വന്നിട്ട് റൊമാൻസിങ് അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര അടി ഉണ്ടാക്കുന്ന സീനൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്ത് തീർത്താൽ ആ ഒരു വൈബിൽ ഇരിക്കുക. പക്ഷെ മാക്സിമം നമ്മളുടെ ഒരു കഴിവനുസരിച്ച് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ചെയ്യുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ആണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ അത്രയും മസിൽ പിടിച്ചിട്ടൊന്നും ഇരുന്നിട്ടില്ല ഇതുവരെ. കറക്റ്റ് സ്ക്രിപ്റ്റിന് ആവശ്യമുള്ള രീതിയിൽ ഇതുവരെ പോയിട്ടുള്ളൂ. പിന്നെ സീരിയലാണല്ലോ, വലിയ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല. ഞാൻ ചോദിച്ചു വന്നത് ഫീമെയിൽ ഫാൻസും കല്യാണവും. കുഴപ്പമില്ല, ഞങ്ങൾ തിരിച്ചിലേക്ക് വരാം. ഞാൻ ക്വസ്റ്റ്യൻ മാറ്റിയാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ മാറ്റിയാൽ മതി. അല്ല ശരിക്ക് ഫീമെയിൽ ഫാൻസുകാരോട് എങ്ങനെ അവരെയൊക്കെ ശാന്തരാക്കി? ഞാൻ ശാന്തിരുന്നായി ആക്കിയിട്ടില്ല. അവർ ഇപ്പോഴും വിഷമത്തിലാണ്. ആണോ? ഞാനിപ്പോഴും റൊമാൻസ് സീക്വൻസ് ഒക്കെ പോയോണ്ടിരിക്കുന്നത്. എനിക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞല്ലോ ഇപ്പൊ. കല്യാണം കഴിഞ്ഞത് അറിഞ്ഞപ്പോ ചേട്ടന്റെ ഫീമെയിൽ ഫാൻസിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കമന്റ്സിലും എല്ലായിടത്തും കല്യാണം കഴിച്ച് പോവാണല്ലോ. സീക്വൻസിനെ കുറിച്ച് അതിലേക്ക് ഞങ്ങൾ വരാം. അത് വരാം. അവരോട് ശാന്തരാഘവൻ അത് കുഴപ്പമില്ല. നമ്മളിപ്പോ വന്നിട്ട് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്തായാലും ഒരാളെ കല്യാണം കഴിക്കണല്ലോ. അത് കഴിഞ്ഞു വിചാരിച്ചിട്ട് ഞാനിപ്പോ ഇപ്പോഴും പഴയ തന്നെയാണ്. എന്നെയാരും വേണ്ടെന്ന് വെക്കരുത്. നിങ്ങൾ എന്നെ വിട്ട് പോകരുത്. കല്യാണം ഒരു ഭാഗം, പേഴ്സണൽ ലൈഫിന്റെ ഒരു ഭാഗം. ഇത് വന്നിട്ട് പ്രൊഫഷണൽ ലൈഫിന്റെ ഒരു ഭാഗം. ഇഷ്ടപ്പെട്ടോണ്ടിരിക്കും. അതെ, ഒരു കാര്യം നമ്മൾ ഈ റൊമാൻറ്റിക് സീനുകൾ ചെയ്യുമ്പോൾ സിനിമയിലാണെങ്കിൽ സീരിയൽ എപ്പോഴും കേട്ടിട്ടുള്ള കാര്യം, ചെയ്യുന്ന നായകനായിക്കോട്ടെ, ഇപ്പൊ ബോയ് ഭയങ്കര കംഫർട്ട് ആയിരിക്കില്ല, ഭയങ്കര കയ്യൊക്കെ വരയ്ക്കും, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആർട്ടിസ്റ്റ് അല്ലേ. നമ്മൾ ചില സമയത്ത് ഇപ്പോ
ഇപ്പൊ ജൂലിയുടെ ഒപ്പം അഭിനയിക്കുന്ന സമയത്ത് ഞാനിപ്പോ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ സ്ക്രിപ്റ്റ് പോകുമ്പോഴേ പെട്ടെന്ന് സംശയം അതങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കയ്യിൽ പിടിക്കുമ്പോ ചിലപ്പോ അത് കുഴപ്പമില്ലെന്ന് വിചാരിക്കും. ഇതെന്നെ വേറൊരു ആർട്ടിസ്റ്റ് ആണ് കൂടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അത് പിടിക്കും അല്ല ഞാൻ അവിടത്തെയാണ് ഞാൻ ടച്ച് പண்ற അങ്ങനത്തെ ഒരു സംഭവം വരും. അപ്പൊ ഇത് കേൾക്കുമ്പോ ചോദിക്കാണ്ട് നമ്മൾ വിചാരിച്ച് നമ്മൾ ആ സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ ചെയ്യും പെട്ടെന്ന് ശരി ഞാൻ സോറി കേട്ടോ. പിന്നെ നമുക്കൊരു റെസ്ട്രിക്ഷൻ നമ്മളായിട്ട് തന്നെ വെക്കും. ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ലൈഫിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ട പിന്നീട് അതാ ഓരോ ഡിപ്പെൻസ് അപ്പോൺ ആർട്ടിസ്റ്റ് അത് മാറിക്കൊണ്ടിരിക്കും. അതൊരിക്കലും ഒരു പേഴ്സണൽ പ്രശ്നമല്ല, അത് അവരുടേതായിട്ടുള്ള അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പറയണെന്ന് വെച്ചിട്ട് ഇപ്പൊ അവരോട് ദേഷ്യം അങ്ങനെ ഒന്നുമില്ല. ഓരോരുത്തരുടെ ഓരോ കാഴ്ചപ്പാടും പിന്നെ ഉണ്ടാവില്ല. ചിലവർ വന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നവരായിരിക്കില്ല. ചിലർ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരു ഉപജീവന മാർഗം പോലെ കാണുന്നവരും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉമ്മയുടെ സീൻസ് ഒക്കെ വരാറില്ലേ? അപ്പൊ അതൊക്കെ നേരത്തെ ഇങ്ങനെ എക്സ്പ്രഷൻ ഒന്നും തന്നെ അവിടെ അല്ല ഞാനേ ലൈക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യല്ലോ. അപ്പൊ ആദ്യം വരുന്ന ഷോർട്സ് എല്ലാം ഉമ്മ സീനുകളുടെ ഷോർട്സുകളാണ് വരുന്നത്. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ അങ്ങനത്തെ കുറച്ചും കൂടെ അതുപോലത്തെ സീൻസ് ഒക്കെ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ് ഓക്കെ അല്ലേ, കംഫർട്ടബിൾ അല്ലേ, അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അങ്ങനത്തെ സീക്വൻസ് വന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മള് നേരത്തെ പറയണല്ലോ അങ്ങനെയാണല്ലോ. ഞാൻ ഇങ്ങനെ എനിക്ക് വന്നത് സൂക്ഷിച്ചോളാം. ജസ്റ്റ് പ്ലാൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ ആയിരിക്കും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പിടിക്കുക. എന്തായാലും ഹോംവർക്കിലാണ് നമുക്ക് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് അത് നന്നായിട്ട് വരണമെന്നില്ല. ഹോംവർക്ക് ഇൻ ദ സെൻസ് ആ സ്ക്രിപ്റ്റിന് മുന്നത്തെ ഒരു നമുക്ക് ആ ഡയലോഗ് പറയുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഒരു ചുറ്റി ഒന്ന് മരം ചുറ്റി പ്രേമം എന്നൊക്കെ പറയില്ലേ, ഒന്ന് ചുറ്റി വന്ന ഡയലോഗ് പറഞ്ഞു ഒന്ന് കണ്ട് ചിരിച്ച് ആ ഒരു അപ്പൊ ഒരു കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഡയലോഗ് പോലെ തന്നെ കാണുന്നുണ്ട് ആണോ അങ്ങനെ ഇന്റർവ്യൂ പോലെ പോകാൻ പറ്റില്ല. ഹോംവർക്ക് ഉണ്ടായിരിക്കും. ഈ ചെയ്യാൻ ഏറ്റവും ഇത്തിരി ടാസ്ക് തോന്നുന്ന അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്ന ഇമോഷണൽ സെന്റിമെന്റ്സ്, കരയുന്ന സീൻസ് അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് വരുമ്പോ. കാരണം പുള്ളിക്കാരിക്ക് സെന്റിമെന്റ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൊണ്ടല്ല, ഈ രാവിലെ തൊട്ട് രാത്രി വരെ ഗ്ലീസറിൻ കണ്ടു രാത്രിയാകുമ്പോ മറ്റേ പോണ സമയത്ത് ബാക്കൊക്കെ പറയുമ്പോ സാറിന്റെ എല്ലാവരും ബൈ കണ്ണങ്ങനെ ബൾബ് പുറത്തായിരിക്കും. അതിന്റേതായിട്ട് പ്രശ്നം ഉണ്ടാവും. അതിന്റെ ഒരു പ്രശ്നമുള്ളൂ. എനിക്ക് മുന്നേക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര ജോവിയലായിട്ടുള്ള സംഭവം ചിരിച്ച ആ സംഭവം ചില സമയത്ത് എനിക്ക് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് തോന്നാറുണ്ട്. പൊട്ടാൻ പറ്റാറില്ല. ഇപ്പൊ അങ്ങനെ ഒന്നും തോന്നാറില്ല. ഇപ്പൊ അങ്ങനെ കുറെ സീരിയൽസ് ഒക്കെ ചെയ്ത് ഇപ്പൊ അങ്ങനെ കംഫർട്ടബിൾ ആണ്. ഇപ്പൊ എല്ലാം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അനുഷ്കയുടെ അരുന്ധതി ക്യാരക്ടർ ഇന്റർവ്യൂ അനുഷ്കയുടെ അരുന്ധതി എന്നുള്ള ക്യാരക്ടർ ആൾക്ക് ആക്ട് ചെയ്യണില്ലെങ്കിൽ ആ ഒരു റോള് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ക്യാരക്ടറൊക്കെ ആക്ട് ചെയ്യണം അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ ആക്ട്രസിനെ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അതുപോലത്തെ റോൾസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. കുറച്ച് ബോൾഡ് ഈ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ നിങ്ങളിപ്പോ ചെന്ന ലൊക്കേഷനിലേക്ക് ചോദിക്കുമ്പോൾ പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ്. മീൻസ് നമ്മൾ ഒരു നായിക വേഷം ചെയ്യുമ്പോൾ എല്ലാവർക്കും നമ്മളോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഒരു വില്ലത്തിയിലേക്ക് മാറുമ്പോൾ ചിലരൊക്കെ നമ്മളെ കാണുമ്പോൾ മുഖമൊക്കെ പിന്നെ ഞാൻ നോക്കൂല എന്നുള്ള രീതിയിൽ അത് നമ്മുടെ ഇന്ദ്രൻസേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊടക്കമ്പി എന്ന് വിളിച്ചിട്ട് ആദ്യം എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്റെ ക്യാരക്ടർ അത്രയധികം ആൾക്കാരിലേക്ക് എത്തിയതായിരുന്നു അർത്ഥം. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സാണ്. ഇപ്പൊ കമന്റ് ബോക്സിലൊക്കെ സൂപ്പർ എന്നൊക്കെ പറയുന്നത്. ഇത് തന്നെ ഞാൻ അവിടെ ചെയ്ത സീരിയല് സണ്ണിന്റെ പക്ക വില്ലൻ ക്യാരക്ടർ ആയിരുന്നു. വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സൈക്കിക് വില്ലൻ ആയിരുന്നു. ഇതിലെ സുന്ദരി മലയാളത്തിലുണ്ടായിരുന്നു. ഹീറോ ക്യാരക്ടർ 2 കല്യാണമൊക്കെ കഴിച്ച് ഒരു ടൈപ്പ് ഓഫ് ഒരു സൈക്കിക് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ വെച്ചൊരു ചായക്കടയിൽ ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന പിന്നീട് ഒറ്റ തട്ട് ചായയൊക്കെ തെറിച്ചു. ഞാൻ ചായയൊക്കെ തെറിച്ചു. ഞാൻ ഒരു 80+ ഒരു അമ്മച്ചി ഒരു കമ്പിയൊക്കെ പിടിച്ചിട്ട് മറ്റേ വായില് കുറച്ച് പല്ലൊക്കെ കുറവാണ്. പുള്ളിക്കാരി വന്ന് അടിക്കാനൊക്കെ വരിക. ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇൻസ്റ്റയില് പുള്ളിക്കാരിന്റെ ഒപ്പം
കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. Photo എടുത്ത്. അവസാനം വളച്ചു അടിയുള്ള ക്യാരക്ടർ മനസ്സിലായപ്പോ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ചേട്ടൻ ഈ നെഗറ്റീവും രണ്ടും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ചേട്ടൻ അതിലേതാ കംഫർട്ടബിൾ? ചേച്ചി പറഞ്ഞ നെഗറ്റീവ് ആണെന്ന്. ചേട്ടൻ ഏതാ? എനിക്ക് നെഗറ്റീവ്, ഈ പറഞ്ഞ നെഗറ്റീവ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. നമുക്കിപ്പോ ഒരു ഇമോഷൻസ് എടുത്തു കഴിഞ്ഞാണെങ്കിൽ പല രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്കൊരു സ്വാതന്ത്ര്യം വന്നിട്ട് ഡയറക്ടർ സൈഡിൽ നിന്ന് ഉണ്ടാവും. നമ്മൾ ഹീറോ കാറ്റഗറി ചെയ്യുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് അവിടെ ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ഒരു വില്ലനിക്കായിട്ടുള്ള എന്തെങ്കിലും, ഇപ്പൊ വില്ലന്റെ അടുത്തുള്ള ഡയലോഗായി നമ്മൾ പറയുമ്പോൾ വില്ലനിക്കായിട്ട് പറയാൻ പറ്റില്ല. സോ അവിടെ ഹീറോയിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് വില്ലൻ എന്ന് പറഞ്ഞാൽ നോ റെസ്ട്രിക്ഷൻ, ദർ ഈസ് നോ ബൗണ്ടറി. നമുക്ക് എന്ത് വേണമെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ആക്ടിങ് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ കൺട്രോൾഡ് ആയിട്ട് നോക്കണം. ഇപ്പൊ വന്നിട്ട് ഒന്നുമില്ല, ഹീറോ ആയിട്ട് പെണ്ണ് നോക്കുമ്പോഴും ഒരു റൊമാൻറ്റിക് ആയിട്ട് നോക്കണം, വില്ലനായിട്ട് റൊമാൻറ്റിക് ആയിട്ട് നോക്കണം, വേറെ രീതിയിൽ. സോ അതിന് നമുക്ക് റെസ്ട്രിക്ഷൻസിന്റെ ആവശ്യമില്ല. സോ അങ്ങനത്തേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. ചേച്ചി വേറെ ലാംഗ്വേജസിൽ ട്രൈ ചെയ്യുന്നുണ്ടോ? സീരിയൽസ് ആണെങ്കിലും സിനിമ ആണെങ്കിലും ഒക്കെ? ഇല്ല, ഞാനിപ്പോ അങ്ങനെയൊന്നും ട്രൈ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇതുവരെയും അറ്റ് എ ടൈം മൾട്ടിപ്പിൾ വർക്ക്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്നോട് ഡേറ്റോ ടൈമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു ഇതിലേക്ക് വന്നത്. ഇപ്പം കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആണ്. ശരിക്കും ഡ്രീം ലൈക്ക് സിനിമ, മൂവി അങ്ങനെ പോകണം എന്ന് തന്നെയാണോ? എല്ലാവർക്കും മൂവി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതുപോലെ ഉണ്ട്. പിന്നെ സമയത്തിന്റെ പ്രശ്നം. ആക്ച്വലി ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സീരിയൽസിൽ അഭിനയിക്കുന്നവർക്ക്, ഈവൻ ഞാൻ കഴിഞ്ഞ ദിവസം സീരിയലിലെ പല ആർട്ടിസ്റ്റുകളെയും ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്, സീരിയലിൽ അഭിനയിച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ സിനിമയിലേക്ക് അവര് എടുക്കുമ്പോൾ സീരിയലിൽ കുറെ കണ്ടതാണല്ലോ, അല്ലെങ്കിൽ സീരിയലിൽ കുറെ ചെയ്യുന്നതാണല്ലോ എന്നൊരു രീതിയിൽ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാറുണ്ടെന്ന്. അങ്ങനത്തെ ഒരു സംഭവം ശരിക്കും ഉണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓഡിയൻസ്. ആക്ച്വലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ ഇവിടെ എന്നെ സംബന്ധിച്ചോളം ഇതെന്റെ ഫസ്റ്റ് വർക്കാണ് മലയാളത്തിൽ ഫസ്റ്റ് വർക്കാ. തമിഴില് അത്യാവശ്യം കുറച്ച് സണ്ണിൽ തന്നെ കുറച്ച് വർക്ക്സ് ചെയ്തിട്ടുണ്ട്, അതിലാണ് മൂവീസ് ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു കുറെ ആക്ടേഴ്സ് വന്നിട്ട് സീരിയലിൽ വന്നവര് മൂവീസിലും ഉണ്ട്, മൂവിയിൽ കളിക്കുന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവിടെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ടൈമിന്റെ ഒരു കാര്യമാണ്. നമ്മൾ സീരിയൽ ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി 15 days 30 days നമ്മൾ ബിസി ആയിട്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഡയറക്ടർ മൂവിയിൽ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡേറ്റ്സ് അവിടെ മേർജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വന്നിട്ട് അവർ അതൊന്നും ആലോചിക്കും, അതുണ്ട്. നമ്മളൊരു വർക്കിൽ വന്നിട്ട് കമ്മിറ്റഡ് ആണ്, അതും ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഒരു സീരിയൽ സൂപ്പറായിട്ട് കമ്മിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ മൊത്തം ഒരു മാസത്തിൽ 30 ദിവസം ഉള്ളൂ. 30 ദിവസത്തിൽ നമ്മൾ 20 ദിവസം അവിടെ ബിസി ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ 10 ദിവസം വെച്ചിട്ട് അവർക്ക് പ്ലാൻ ചെയ്യണതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പ്ലാൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും ബാക്കിയുള്ള ആർട്ടിസ്റ്റ് വെച്ചിട്ട്. അതുകൊണ്ടൊരു ക്യാൻസലേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ സപ്പോസ് നമുക്ക് കിട്ടുന്ന ക്യാരക്ടറൈസേഷൻ റെഡി ആയി, നമ്മൾ സൂപ്പറായിട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം, ഈ സീരിയല് നമുക്ക് വന്നിട്ട് വിടാൻ തയ്യാറാണെങ്കിൽ അവർക്ക് അതിനെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കില്ല് എന്ന് പറയില്ലേ, പുള്ളിക്കാരൻ ഫ്രെയിമിൽ എങ്ങനെയാണ്, പുള്ളിക്കാരൻ ഫ്രെയിമിൽ വന്നിട്ട് ഭയങ്കര ഒരു ഡ്രമാറ്റിക് ആയിട്ടാണ് അവർക്ക് തോന്നിച്ചാൽ ക്യാൻസൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ ക്യാരക്ടർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവർക്കൊരു വിശ്വാസം ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും, അതിലൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ പേഴ്സണലായിട്ട് ഇവിടത്തെ കാര്യം എനിക്കറിയില്ല. ഡ്രമാറ്റിക് ആകും കുറച്ച് കൂടുതൽ സീരിയൽ പാറ്റേൺ പോലെ അതിനുള്ള ഒരു കമ്പാരിസൺ വരാറുണ്ട് പൊതുവേ. ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്, പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ടൈമിന്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടത്തെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് അറിയില്ല. ഞാൻ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പറയാം. നമ്മുടെ ഈ രണ്ടുപേരിലും പങ്ക്ച്വാലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാ? പങ്ക്ച്വാലിറ്റി ഓഫ് കോഴ്സ് ആണോ? സന്തോഷം വേറൊന്നുമില്ല. ഇവിടുത്തെ മെയിൻ കാര്യം വെച്ചാൽ പുള്ളിക്ക് നമുക്ക് 7, ഞാൻ പറഞ്ഞല്ലോ 7:48 o'clock ഫസ്റ്റ് ഷോട്ട് വയ്ക്കും. സോ ഞാൻ എന്ന് പറയണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 മണിക്കാണ് ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7:15 എനിക്കും. എന്നിട്ട് ഞാൻ പോയിട്ട് ബാത്റൂമിലേക്ക് നമ്മളുടെ ഒരു 15 minute കൊണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഒരു 7:35-40 ആകുമ്പോ ഏതാ ഫസ്റ്റ് സീനിന്റെ ഡ്രസ്സ് ഏതാ ഓക്കെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ എടുത്തിട്ടുണ്ട് രാവിലെ വരെയിട്ട് വരും. അവർക്ക് നോക്കിയിട്ട് ഇങ്ങനെ തുടച്ചിട്ടൊക്കെ വന്നിട്ട് ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഞാൻ അവിടെ പോയി നിൽക്കും.
പുള്ളിക്കാരൻ 6 മണിക്ക് 5:45 പിക്കപ്പ് ചെയ്ത് മറ്റേ പൊട്ടി ഇതൊക്കെ Makeup മേക്കപ്പ് ഒക്കെ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് കോസ്റ്റ്യൂം ഒക്കെ ഇതൊക്കെ ഇട്ട് അതേ സമയത്ത് തന്നെ പുള്ളി റെഡി ആവുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇത്രയും time എടുക്കും. ടൈം എടുക്കും. അതാണ് ബോയ്സിന് ഒരുക്കാൻ നിസ്സാര ടൈം അല്ല ഈ ഗൗതം ഞങ്ങൾക്കാണ് കഷ്ടപ്പാട്. പിന്നെ മേക്കപ്പ് ഇടാറില്ല. അതുകൊണ്ട് പിന്നെ ഒന്നങ്ങനെ നിന്ന് നമ്മൾക്ക് അതുകൊണ്ട് ഈ പങ്ക്ച്വാലിറ്റിന്റെ ആവശ്യം പങ്ക്ച്വാലിറ്റി ഒരേ ഡിപ്പെൻഡ് ഞങ്ങൾ ഒരേ സമയത്ത് ഇൻഡോർ ഷോട്ടില് പക്ഷെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതി. നമുക്ക് കുറച്ച് ചെയ്യാറില്ല പ്രത്യേകിച്ച്. മേക്കപ്പ് ചെയ്യാത്തത് ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ സ്വയം തീരുമാനിച്ചാണോ? മേക്കപ്പിന്റെ ആവശ്യമില്ല, സുന്ദരനല്ലേ. അതുകൊണ്ടാണ് എനിക്ക് ബ്ലഷ് വരുന്നത്. അത് ഇഷ്ടമായി പറഞ്ഞത്. ഫ്രെയിമിലൊക്കെ വരുമ്പോ കുറച്ച് ഭംഗിയായിട്ടിരിക്കണ്ടേ. സോ അപ്പൊ ഐലൈനർ കുറച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുമ്പോഴാണ് ഒരു ഭംഗി വരും. എന്നാലേ ഭംഗി വരുള്ളൂ എന്ന് പറഞ്ഞു നല്ല എന്നാലും കുറച്ചും കൂടി ഒരു ഇത് മോഡി കാണിക്കണല്ലോ. പിന്നെ ഇപ്പം ജോലിക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു. നോക്കട്ടെ ചെറുതായിട്ട് കുനിഞ്ഞിരിക്കുന്നു. എനിക്ക് മെയിൻ ആയിട്ട് മേക്കപ്പ് ഇടാത്ത എനിക്ക് പെട്ടെന്ന് ഈ മേക്കപ്പ് ഭയങ്കരമായിട്ട് ഓയിലായിട്ട് കാണിക്കും മുഖത്ത്. ക്യാമറയുടെ മുമ്പിൽ ഭയങ്കര ഓയിലായിട്ട് പിന്നെ ഈ തുടയ്ക്കാൻ വേണ്ടി നിൽക്കണ്ടേ എന്തിനാ പെട്ടെന്ന് വീട്ടിൽ പോവുകയും ചെയ്യാം കഴിയുമ്പോൾ തന്നെ. അങ്ങനെ പോവാ. ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് മേക്കപ്പ് നോർമലി ചെയ്യാറുണ്ട്. അപ്പം ഈ ഹഗ് ചെയ്യുന്ന സീനിലൊക്കെ കുറച്ച് അത് ഞാൻ ഡാർക്ക് ഡ്രസ് ഇടാറില്ല. അതെ. ഭയങ്കര ഡാർക്ക് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ സൈഡ് മൊത്തം ചിലപ്പോ ജൂലി ഇവിടെ ഇരിക്കും. അതുപോലെ ഇത് ഞാനായിട്ട് പറഞ്ഞു മേടിച്ച പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്റെ എക്സ്പ്രഷൻ ആ എക്സ്പ്രഷനോടെ ഉണ്ടോ ചിലപ്പോ റൊമാൻറ്റിക് സീക്വൻസ് ആണെങ്കിൽ കരഞ്ഞിരിക്കണ നല്ല ചിരിച്ചിരിക്കണ അതുകൊണ്ടോ എല്ലാ ഇമേജും ഉണ്ടോ. വൈറ്റ് ഷർട്ട് ഇടുന്ന ദിവസം കോമഡിയാണ്. ഭയങ്കര പ്രശ്നമാണ്. മുദ്ര അസലായിട്ട് പറഞ്ഞിരിക്കണം. അല്ല മേക്കപ്പ് ഇല്ലെങ്കിലും അവസാനം ആക്ടർ സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണ്ടേ? ഫോളോ ചെയ്യും ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഫേസ് വാഷ് നാച്ചുറൽ ബ്യൂട്ടിയാണ് നമ്മുടെ കൂട്ടത്തിൽ. അതുപോലെ ആരാണ് നല്ല ഫുഡി ആയിരുന്നു? രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും. അതെ ഞാൻ പിന്നെ കൂടുതൽ സ്വീറ്റ്സ് കഴിക്കാറില്ല. സ്വീറ്റ് കഴിക്കുന്നുണ്ടല്ലേ? ഇല്ല സ്വീറ്റ്സ് അങ്ങനെ കഴിക്കാറില്ല. നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് ശരിക്കും സംസാരിക്കുന്നത്? സ്വീറ്റ് പായസം നല്ല മേടിച്ച് കുടിച്ചില്ലേ കൊറേ നാളായിട്ട് ഞാൻ ഷുഗർ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ ഷുഗർ കട്ടിലായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ലൊക്കേഷന്റെ തൊട്ടടുത്ത് ഒരു പായസത്തിന്റെ കട ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഗൗതം തന്നെയാണ് പോയി കഴിച്ചിട്ടാണ് പറഞ്ഞത് നല്ല മാമ്പഴത്തിന്റെ പായസം. അപ്പൊ എനിക്ക് നല്ല മഴ. അപ്പൊ എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കൊതി തോന്നിട്ട് കഴിച്ചു. ഗൗതം തന്നെ വിളിക്കുന്നേ? ഗൗതം അങ്ങനെയല്ല. ഫസ്റ്റ് കണ്ടപ്പോ എന്താ വിളിച്ചേ? ഫസ്റ്റ് വിളിച്ചപ്പോ ഒന്നും വിളിച്ചില്ല. ഞാൻ അവിടെയല്ലേ ഓഡീഷൻ വന്ന് ഞാൻ തമിഴാന്ന് വിചാരിച്ചോണ്ടല്ലേ. തമിഴിലൊക്കെ ഭയങ്കര തമിഴ് ഭയങ്കര അങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നോട് ആരോ പറഞ്ഞു ചെന്നൈയിലാണ് സെറ്റിൽഡ് ആയിട്ട് ചെന്നൈയിലുള്ളതാണെന്ന് പറഞ്ഞു. അല്ല ഞാനും പറഞ്ഞില്ലേ, ഞാനും പറഞ്ഞു ആക്ടർ തമിഴാണെന്ന് തോന്നുന്നു. അല്ലേ അല്ലേ അതെന്റെ തെറ്റല്ലല്ലോ. അപ്പൊ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു நான் வந்து கேரளால வந்திருக்க ஆடிஷனுக்காக இங்க வந்து கொஞ்சம் കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. അതല്ലേ പുള്ളിക്ക് തമിഴ് അറിയാട്ടോ. ഞാൻ മധുരയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞു വെച്ചിട്ടാണോ നന്നായിട്ട് സംസാരിക്കും. ബ്രോയെ ആദ്യം വിചാരിച്ചാ ഇനി ഇത് തമിഴത്തിയാണോ അനുഭവം? നല്ല മലയാളി കുട്ടി മുഖം ഉണ്ടായിരുന്നു. അപ്പൊ മേക്കപ്പ് ഉണ്ടായിരുന്നില്ല? ഫുൾ മേക്കപ്പിലാണ് ഞാൻ കണ്ടത്. അന്നും ഇന്നും. എന്തായാലും സെറ്റില് എന്റർടൈനർ ആരാണ് കൊടുത്തത്? എന്റർടൈനർ അവരാരും വന്നിട്ടില്ല. പേരുണ്ട്. ജീവനൊക്കെ അറിയായിരിക്കൂലേ? പുള്ളി ഇന്നലെ ഷെഡ്യൂൾ കഴിഞ്ഞ് പോയി. ജീവനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പാട്ട് ഫുൾ ടൈം മറ്റേ റൂമിൽ നിന്ന് പാട്ട്. ജീവചേട്ടൻ ഭയങ്കര വൈബാ. നമ്മള് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂ. പാട്ട് ഫുൾ പാട്ടാണ് ആള്. സെറ്റില് റാഗിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ തമാശക്ക്? ഇല്ലല്ലേ? പറ്റിക്കാറുണ്ടോ? ട്രോള് അങ്ങനെ എന്തെങ്കിലും? അത്
വലിയ അങ്ങനെയൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവാറില്ല. പൊതുവെ നമ്മൾ ബാക്കി സീരിയൽസിലൊക്കെ കപ്പിൾസ് തമ്മിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാം. പക്ഷെ ഇവിടെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ചേച്ചിയുടെ റീൽസ് കാണാറുണ്ട്. നിങ്ങൾ അങ്ങനെ We are well matured. ഞങ്ങൾ ബാക്കിയുള്ളവര് കേൾക്കും. അല്ല അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ട് എനിക്ക് അത്രയും ഇവള് പറഞ്ഞ പോലെ സോറി ജൂലി പറഞ്ഞ പോലെ ജൂലി പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ സമയത്തിന്റെ ഒരു ഇതുണ്ട്. പിന്നെ വലിയ താല്പര്യം ഇല്ല റീൽസിനോട്. അത് ഒന്നാമത്തെ കാര്യം ജിഷ്ണു വന്നിട്ട് അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് അങ്ങനെയുള്ള റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. എന്താ തമാശ ഇട്ട റീൽസിലൊക്കെ ഞാൻ വലിയ ഡാൻസറാന്ന് കാണിക്കുന്ന രീതിയിൽ ഇട്ടായിരുന്നു. ഒരു 4-5 സ്റ്റെപ്പ് എനിക്ക് അറിയുള്ളൂ. 4-5 സ്റ്റെപ്പ് അറിയാലോ എനിക്ക്. അല്ല എന്തൊക്കെ ഇതുപോലത്തെ കലാപരമായ രണ്ടുപേർ ദീപു ചേട്ടൻ ഡാൻസ്, പാട്ട്, ആക്ടിങ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ ഇവിടെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയാ ഞാൻ ഇതിലേക്ക് അസിസ്റ്റ് ചെയ്യുന്നു. ഞാനങ്ങനെ പാട്ട് ഡാൻസ് അങ്ങനെയൊന്നും ഇല്ല. ആക്ടിങ് ഇത് മാത്രം. ആക്ടിങ് ആയിട്ട് മുമ്പോട്ട് പോകണേ അടിപൊളി. അപ്പൊ ഭയങ്കര രസകരമായിട്ടാണ്. ഒരൊറ്റ കാര്യം ചെയ്യാനുള്ളത് നമ്മുടെ ഇവിടുത്തെ ഡയറക്ടറെ കുറിച്ച്. കാരണം 400 കൂടുതൽ എപ്പിസോഡ് പിന്നിട്ട് വന്നേക്കുന്നത് നമ്മുടെ സീരിയൽ ഇത്രയധികം ആൾക്കാരെ ഏറ്റെടുത്തേക്കുന്നു. ഒരുപാട് അവാർഡ്സ് ഒക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പുള്ളി സെറ്റിലെ സീരിയസ് ആണ്, പക്ഷെ ഒരു കുട്ടികളുടെ മനസ്സാണ്. ഉള്ളില് മാടപ്രാവാണ്. പക്ഷെ സെറ്റിലേക്ക് വന്ന ഭയങ്കര സീരിയസ് സിംഹമായിട്ട് മാറുകയാണ്. പക്ഷെ വർക്കിനെ എന്താ വെച്ചാൽ ഇത്രയും പേരെ മേക്കണ്ടേ. ഞങ്ങളെക്കോളും എന്താ വെച്ചാൽ ഇവിടുത്തെ എന്താ വെച്ചാൽ എല്ലാ കുട്ടികൾ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മുതിർന്നവരാ. മഞ്ജു ചേച്ചിനൊക്കെ അറിയായിരിക്കുമല്ലേ, ഭയങ്കര കുട്ടിയാണ്. മേയ്ക്കാൻ ഭയങ്കര പാടാൻ കുറെ കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുനടക്കാം. സംഗീത ശിവൻ എല്ലാവരും മേയ്ക്കണ്ടേ. കാരണം എനിക്ക് തോന്നുന്നു മുതിർന്നവരാണ് ഇവിടുത്തെ കുട്ടികൾ. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ആള് ഒരു സ്ട്രിക്ട് ഓഫീസറായിട്ടിരിക്കും. വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് എല്ലാരും കഷ്ടപ്പെടുന്നുണ്ട്. പുള്ളി കുറച്ചുകൂടി കൂടുതൽ കഷ്ടപ്പെടുന്നു. അതിന്റെ റിസൾട്ട് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓവറായിട്ട് ടെൻഷനൊന്നും തരില്ല. ഭയങ്കര വഴക്ക് പറയാ അങ്ങനൊന്നും ഇല്ല. വഴക്കൊന്നും പറയില്ല, പക്ഷെ സീരിയസ് സ്ട്രിക്റ്റ് ആയിരിക്കും. വർക്കിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കും. പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞ പോലെ നിറയെ അവാർഡ്സ് ഒക്കെ ലതാജിറ്റിക് ആയിട്ടൊന്നും. തീർച്ചയായിട്ടും. അപ്പം നമ്മളിവിടെ കുറെ നേരമായിട്ട് നിങ്ങൾ ഈ ലൊക്കേഷനിൽ നിന്ന് ഇത്രയും ഷൂട്ടിന് പോകുന്നു വരുന്നു എന്നിട്ട് നമ്മളോട് സഹകരിച്ച് കൊതുകിന്റെ കുത്തും സഹിക്കുന്നുണ്ട്. എല്ലാം സഹിച്ച് ചില സീനിലൊക്കെ വലിയ കാര്യമായിട്ട് പറയുമ്പോ കൊതുക് അടിച്ചിട്ട് മിണ്ടാണ്ടൊക്കെ കൈകൊണ്ട് തട്ടിയിട്ടൊക്കെ സംസാരിക്കും. അപ്പൊ ഈ ഒരു കോംബോ മലയാളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ സീരിയലും മലയാളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. 400 എപ്പിസോഡ് കഴിഞ്ഞ് മുമ്പോട്ട് ഇങ്ങനെ കുതിച്ചു കൊണ്ടുവരട്ടെ. എല്ലാവിധ ആശംസകളും നിങ്ങൾ നേരെയാണ് ചാനൽ സ്പേസിന്റെ. Thank you.